Hi friends, welcome to SIMNAS notebook. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മന്തി ആട്ടോ. അതായത് അറബിക് മന്തിയിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടിയിട്ടുള്ള ഒരു സൂപ്പർ മന്തി. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ഈദ് സ്പെഷ്യൽ ആയിട്ട് എടുക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ വരും. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് 3/4 കിലോളം അരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3/4 കിലോ അരിയെ എടുക്കുന്നുള്ളൂ. ഈ അരി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മന്തിയുടെ ചോറ് നന്നായിട്ട് വരും. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഈ അരി എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കണ്ടില്ലേ, ഇതുപോലെ നീളത്തിലുള്ള അരിയായിരിക്കും മന്തിക്ക് എപ്പോഴും നല്ലത്. പിന്നെ ഈ ഓരോ അരിയുടെയും വേവ് വ്യത്യാസമായിരിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിത് വേവിച്ചെടുക്കണം. ഞാൻ ഏതാണ്ട് 2 കപ്പോളം അരിയായി ഇപ്പോൾ അളന്നിട്ടാണ് 3/4 കിലോ എന്ന് പറഞ്ഞ് ഇതിലേക്ക് ഇട്ടേക്കുന്നത്. ഞാൻ വെള്ളം ഒഴിച്ചു. ഇതിന് നമുക്ക് 1 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ടു. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് ചതച്ചതാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ച്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗരം മസാല, 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാം. അപ്പൊ അതും കൂടെ ചേർത്തു. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തു. ഇനി ചേർക്കുന്നത് ഇതാണ് നമ്മുടെ മന്തി മസാല. ഈ മന്തി മസാല നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് ചെറിയ ജീരകവും അതുപോലെ സാജീരകം, കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും സാജീരകം, ഇത് 3ഉം ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഈ മസാല. അപ്പം നേരത്തെയൊക്കെ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ മസാല ഉപയോഗിക്കത്തില്ലായിരുന്നു. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷെഹന. ആ ഫ്രണ്ട് എന്നോട് പറഞ്ഞ ഇങ്ങനെ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ മന്തിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വെച്ച് ഞാൻ മസാല വെച്ച് മന്തി ഉണ്ടാക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക്സ് ഷെഹന. ഷെഹന ഇപ്പം മസ്കറ്റിലാണ് ഫാമിലി ആയിട്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മസാല ഇട്ട് കൊടുത്തു, മന്തി മസാല. പിന്നെ ഞാൻ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഏതാണ്ട് 3 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ ഇതിലേക്ക് ചേർക്കുക. ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ. ഈ തൈരിൻ്റെ വെള്ളം മാത്രം മതി നമുക്കിതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അതായത് നമുക്ക് ഇത് കൈ വെച്ചിട്ട് കുഴയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം നമ്മളിതെല്ലാം നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുവാണ്. അപ്പോൾ ഇത് കുഴച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ചിക്കൻ്റെ ഈ മഞ്ഞ നിറം ഒന്നും കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാട്ടോ ഈ ചിക്കൻ റെഡിയാക്കി വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നില്ലേ, അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും അല്പമൊക്കെ ചേർത്തിട്ട് നല്ലതാണ് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണിത്. ഇതിൽ ചെറുതായിട്ട് ഞാനൊരു 2 വര വരഞ്ഞിട്ടുണ്ട്. സാധാരണ മന്തിക്ക് അങ്ങനെ വരയാറില്ല. ഇങ്ങനെ വരഞ്ഞാലേ നമ്മുടെ മസാല ഇതിലേക്ക് പിടിക്കത്തുള്ളൂ. എന്നിട്ട് ആ ചിക്കനിലേക്ക് ഞാൻ മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പം എല്ലാ ഭാഗങ്ങളിലും മസാല നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം എന്ന് പറഞ്ഞൊരു കാര്യമേ നമ്മൾ ഈ മസാലയിൽ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ തൈരിൻ്റെ വെള്ളം മാത്രമായിരിക്കും, അതിൻ്റെ ആ ഒരു പുളിയുമായിരിക്കും നമ്മുടെ ഈ ചിക്കന് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴേ നമ്മുടെ മസാലയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു വരത്തുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു പാത്രം ഞാൻ എടുത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനില്ലേ, അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് വെന്ത് വരട്ടെ. ഒരു 10 മിനിറ്റോളം ആദ്യം നമുക്ക് വേവിച്ചെടുക്കാം. ഓയിലോ വെള്ളമോ ഒന്നും ഒഴിക്കണ്ട. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു സൈഡ് നമ്മൾ ആ ഓയിലൂടെ ഒഴിച്ചത് കൊണ്ടൊന്ന് ഫ്രൈ പോലെ ആയി വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കാം, ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം വേവിക്കാം. നമ്മൾ കുക്കർ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്ന കാര്യമേ നമ്മൾ ഉപയോഗിക്കേണ്ട കേട്ടോ. ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി ഇതങ്ങ് വെന്ത് ഓയിലുമായിട്ട് മിക്സ് ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കന്. അപ്പം നമ്മൾ വീണ്ടും ഒരു 10-15 മിനിറ്റോളം വേവിച്ചതാണ്. തിരിച്ചിട്ട് നോക്കാം, നമ്മുടെ ചിക്കൻ ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ബാക്കി വന്ന ഈ വെള്ളമില്ലേ, ചിക്കൻ വെന്ത വെള്ളം, ഇത് നമ്മൾ കളയരുത് കേട്ടോ. ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മളിനി റൈസ് വേവിക്കുന്നത്.
അപ്പം നമുക്ക് ഏതാണ്ട് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് മറ്റൊരു കടായി എടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഒക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാൻ പട്ട ഇട്ട് കൊടുത്തു, ഏലക്ക ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ ഗ്രാമ്പൂ ഇട്ടു, പിന്നെ ഈ തക്കോലം, അങ്ങനെ എല്ലാ സാധനങ്ങളും, പിന്നെ ഇത് കണ്ടില്ലേ ഏല, പിന്നെ കുറച്ച് കുരുമുളക്, ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതായത് ഡ്രൈ ലെമൺ. കണ്ടില്ലേ, ഈ ഡ്രൈ ലെമൺ ഇതിലേക്ക് നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ കിട്ടും കേട്ടോ, ഡ്രൈ ലെമൺ. ഈ ഡ്രൈ ലെമണും കൂടി ഇട്ട് നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുത്തു. ഇനി ഏതാണ്ട് വഴണ്ടി വരുമ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ 2 ഗ്ലാസ് അരി എടുത്തത്. അപ്പം ഞാൻ അതിനാവശ്യമായി ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ചിക്കൻ വേവിച്ചപ്പോൾ വന്ന ആ ഒരു വെള്ളമില്ലേ, ആ വെള്ളം പിന്നെ അതിൻ്റെ അകത്തൂടെ കലക്കി ഞാൻ 3 ഗ്ലാസ് വെള്ളമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കാര്യം നമ്മൾ 2 ഗ്ലാസ് എടുത്തപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ 1 മണിക്കൂറോളം അരി കുതിരാനിട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ വെറും 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചത്. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെക്കാം. അങ്ങനെ നമ്മുടെ വെള്ളം ഏതാണ്ട് ഒരു 5 മിനിറ്റോളം കഴിയുമ്പം നന്നായിട്ട് തിളച്ചു വരും. 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അരിയെല്ലാം ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന്. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് അല്പം ഉപ്പും കൂടി ചേർക്കാം. എനിക്കിപ്പോൾ ആവശ്യത്തിന് ഉപ്പായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഒരു 90% നമുക്ക് വേവിച്ചെടുക്കാം. കാരണം ഒരുപാട് നേരം നമ്മൾ ദമ്മിട്ടൊന്നും വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു 90, ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോരുത് കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒരു 90% ഇത് ഞാൻ വേവിക്കാൻ വെക്കാൻ പോവാണ്. അപ്പോൾ വെന്ത് വരുന്ന സമയത്തേക്ക് ഇതുപോലൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് സവാള ഞാൻ വഴറ്റി കൊടുക്കുവാണ്. ഇത് ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടി മാത്രം കേട്ടോ, ഓപ്ഷണലാണേ. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം, ഞാൻ ഏതാണ്ട് 1 കപ്പ് ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് വഴറ്റുവാണ്. നമ്മൾ 3/4 കിലോ അരിയല്ലേ എടുത്തത്. അപ്പം നമുക്ക് 1 സവാള, 1 തക്കാളി, 1 ക്യാപ്സിക്കം, ഇത് 3 നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുവാണ്. അപ്പം എന്നിട്ട് വേണമെങ്കിൽ ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട്, വേറെ ഒന്നും ചേർക്കണ്ട. ഇത് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് അതെല്ലാം കൂടി ഞാനൊന്ന് വഴറ്റിയെടുത്തു. ഏതാണ്ട് വഴണ്ടി വരുമ്പോൾ കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞത് അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു. അതും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുകയാണ്. എപ്പോഴും പുതിനയിലൊക്കെ ഉണ്ടെങ്കിലല്ലേ ആ ഒരു മണം കിട്ടത്തുള്ളൂ. അപ്പോൾ ഏതാണ്ട് ഉപ്പും കൂടെ ചേർത്ത് അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അല്പം ഉപ്പും കൂടി വേണമായിരുന്നു. അപ്പം നമ്മുടെ ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ചോറ് എന്തായെന്ന് നോക്കിയാലോ ഇനി നമുക്ക്. അപ്പം നമ്മൾ തുറന്നു നോക്കി, നമ്മുടെ റൈസ് ഏതാണ്ട് റെഡിയായി. ഇത് നല്ല ചോറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. വെള്ളമൊക്കെ മാറി ഏതാണ്ട് ഒരല്പം കൂടെ ഒന്ന് വെന്ത് വരണം. കാരണം ഒരല്പം വെള്ളം പോലെ, വെള്ളമില്ല, അതിൻ്റെ ഒരു മയം പോലെ കാണുന്നുണ്ട്. അപ്പം നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അങ്ങനെ അടച്ചു വെച്ച് വേവിച്ചിട്ട് അത് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പം. അപ്പം നമുക്ക് ഇതൊന്നുകൂടെ ഇളക്കി നോക്കാം. നല്ല ഡ്രൈ, ഒരുപാട് അങ്ങ് ഡ്രൈ ആയില്ലെങ്കിലും നമുക്ക് ഏകദേശം ഒരു 90% വേവ് വേണം. നമുക്ക് ഈ ചോറൊന്ന് എടുത്തു നോക്കാം വെന്തിട്ടുണ്ടോന്നേ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒതുക്കി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല ഞാൻ ഇതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമ്മൾ റെഡിയാക്കിയ ചിക്കനും നമുക്ക് ഇതിൻ്റെ മീതേക്കെല്ലാം വെച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കാര്യമാണ്. നമ്മൾ ഒന്നുകിൽ അല്പം ചാർക്കോളോ അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ചിരട്ട ഞാൻ കത്തിച്ചിട്ട് അതൊരു സ്റ്റീൽ പാത്രത്തിലാക്കിയിട്ട് അതോ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇതിൻ്റെ ആ ഒരു സ്മോക്ക് കിട്ടണം, ആ ഒരു പുകയിൽ ഇതൊന്ന് വെന്ത് വരണം. അതായത് ആ പുക ഇതിൻ്റെ അകത്ത് മൊത്തം കിട്ടിയാലേ ഒരു നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ചിലർ അടിയിലൊരു പാനൊക്കെ വെച്ച് ചൂടാക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇതിങ്ങനെ ജസ്റ്റ് അടച്ചു വെച്ചു. ഇനി ഒരു 10 മിനിറ്റോളം ഇതൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ. അപ്പോൾ 10 മിനിറ്റ് നമ്മൾ ഏതാണ്ട് വെച്ച് കൊടുത്ത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മന്തി. ഇനി നമുക്കിത് ഒന്ന് നോക്കാം. 10 മിനിറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് മാറ്റി. നമ്മുടെ മന്തിക്ക് നല്ല ഒരു മണം വരുന്നുണ്ട്, ആ ഒരു പുകയുടെ മണം. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ ചിക്കനൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക കേട്ടോ. ചിക്കൻ നമുക്ക് മാറ്റാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉടഞ്ഞു പോയാലോ. അപ്പോൾ അതുകൊണ്ട് ചിക്കനൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്ലേറ്റ് എടുത്തു. ആ ചിക്കൻ, നമ്മുടെ മന്തി കണ്ടില്ലേ, ചോറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കുഴഞ്ഞിട്ടൊന്നുമില്ല, ഒന്നിത്തൊടാതെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ആ മണം കേൾക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഈസി ആട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇച്ചിരി സ്മോക്ക് കൊള്ളിക്കുന്ന കാര്യമുള്ളൂ ഒരു ഇതായിട്ട് തോന്നുന്നത്. അതൊന്നുമില്ല, നമ്മുടെ വീട്ടിലൊക്കെ ചിരട്ട ഉണ്ടാവും. അപ്പോൾ ചിരട്ട ഒന്ന് കത്തിച്ചിട്ട് ഒരു കനലാവുമ്പോൾ അതൊരു സ്റ്റീൽ പാത്രത്തിലാക്കി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ മാത്രം മതി. പിന്നെ ചിലരാണെങ്കിൽ അതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ടൊക്കെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഞാനതൊന്നും ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ എനിക്ക് നല്ല മണമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കന് നമ്മൾ
അതിലേക്ക് വെച്ച് കൊടുത്തു. അപ്പം നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇത്തിരി പുതിനയിലൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എന്താ പറയുക, ഡ്രൈ ലെമണും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അറബിക് മന്തിയിൽ നിന്ന് നല്ല വ്യത്യാസമാണ്. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയത് കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മളൊരു ഗീവ് എവേ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഈദ് ആശംസകൾ.